അപകീർത്തിപ്പെടുന്ന ഇൻസ്റ്റാഗ്രാം റീലിനെ തുടർന്ന് കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച സജീവമാകുന്നു. റീൽ പോസ്റ്റ് ചെയ്തതിനെ വിമർശിച്ച് ഡോക്ടർ സൗമ്യ സരിൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ഒരാൾക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ അതിന് തീർപ്പുണ്ടാക്കേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയയെന്നും ഇത് കോടതിയോ നിയമ സംവിധാനമോ അല്ല എന്നും ഇവിടെ ഉണ്ടാകുന്ന തീർപ്പുകൾക്ക് ഇതുപോലെ ജീവന്റെ വിലയുണ്ടെന്നും സൗമ്യ സരിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. നമുക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ നിങ്ങൾക്കത് വീഡിയോ എടുക്കാം. ആരും കുറ്റം പറഞ്ഞില്ല. പക്ഷേ അത് തെളിവിനായി മാത്രമാകണം. അല്ലാതെ പരസ്യമായി പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശം തന്നെ സംശയിക്കപ്പെടും എന്നതിൽ തർക്കമില്ലെന്നും സൗമ്യ സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സോഷ്യൽ മീഡിയയിൽ കയ്യിൽ കിട്ടുന്നതെന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നാലോചിക്കുക. അപ്പുറത്ത് നിൽക്കുന്നവരും ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞാണ് സൗമ്യ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കോഴിക്കോട് ഗോവിന്ദപുരത്തെ 42 വയസ്സുള്ള ദീപക്കാണ് മരിച്ചത്. ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബസ്സിനുള്ളിൽ വെച്ച് ദീപക് മനഃപൂർവ്വം തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചെന്ന് ആരോപിച്ച വടകര സ്വദേശി ഷിംജിത മുസ്തഫയാണ് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയതെന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. കുടുംബം കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് യുവതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്.